മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ എഴുതിയ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂൺ 17 നടക്കും. തലശ്ശേരി പേൾ വ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ എൻ ഷംസീർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ എഴുതിയ ആ താലിമാല തേടി ആരും വന്നില്ല പുസ്തകത്തിന്റെ പ്രകാശനം ജൂൺ 17 തലശ്ശേരി പേൾ വ്യൂ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പുസ്തകം ഏറ്റുവാങ്ങും. കഴിഞ്ഞ 35 വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന നവാസ് മേത്തർ സ്വന്തം അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കണ്ണൂരിന്റെ രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കണ്ടും കേട്ടുമറിഞ്ഞ കാര്യങ്ങളും പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. കൈരളി ബുക്സാണ് പുസ്തക പ്രസാധകർ. 35 വർഷം വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന എനിക്ക് എന്റെ അനുഭവങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. കാരണം എല്ലാം തീവ്രമായ അനുഭവങ്ങൾ തന്നെയാണ്, ചെറിയ അനുഭവങ്ങളല്ല. പക്ഷെ അത് ഇന്നത്തെ തലമുറയ്ക്ക് അത് അത്തരം അനുഭവങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ടി വരില്ല. കാരണം അത്രയും നമ്മൾ ഭൗതികമായി വളർന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ ദാരിദ്ര്യവും അതെല്ലാം പച്ചയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ പറയുന്നതിന് മടിയൊന്നുമില്ല. അത് പറയുമ്പോൾ എൻ്റെ ചില അധ്യായങ്ങൾ വായിച്ചിട്ട് എൻ്റെ മക്കളടക്കം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പറയില്ല, ഇപ്പോൾ നാണക്കേടല്ലേ എന്ന്. ഞാനങ്ങനെ നാണവും നാണക്കേടും ആലോചിക്കുന്നത് നമ്മൾ അനുഭവിച്ച വഴികളിലൂടെ തന്നെ കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. അത് പുതിയ തലമുറ അറിയണം. നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വന്ന മനുഷ്യരാണ്. പട്ടിണിയും പരിവട്ടവും ഇടാൻ വസ്ത്രമില്ലാത്ത കാലവും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. പത്രപ്രവർത്തനായി നടക്കുമ്പോൾ തന്നെ അതിനകത്ത് ജോൺ ബ്രിട്ടാസ് അവതാരിക പറയുന്നുണ്ട്, പടുവേല എടുക്കുന്നവർ. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു. ഒരു പത്രപ്രവർത്തനാണെന്ന് വിചാരിച്ച് എഴുതാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളല്ല. എഴുതി കോളം സെന്റിമീറ്റർ തികച്ച് മാക്സിമം കോളം സെന്റിമീറ്റർ ആക്കി മാക്സിമം പൈസ വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. പിന്നെയാണ് ഇതിന്റെ ഒരു പത്രപ്രവർത്തനം. പിന്നെ പട്ടിണി മാറി ജീവിക്കാനുള്ള പൈസയിലായപ്പോഴാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്ക് പരുവപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസിനായുള്ള 100 കോപ്പിയുടെ വിതരണോദ്ഘാടനം ചടങ്ങിൽ വെച്ച് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങും. ഇതോടൊപ്പം പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് അൺക്ലൈംഡ് മംഗൾസൂത്രയുടെ കവർ പ്രകാശനം മോൺ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷത വഹിക്കും. മുൻ ജില്ലാ ജഡ്ജി T ഇന്ദിര, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് ആച്ചാണ്ടി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നവാസ് മേത്തർ, സംഘാടക സമിതി ചെയർമാനും റിട്ടയർഡ് SP-യുമായ പ്രിൻസ് എബ്രഹാം, അഡ്വക്കേറ്റ് K വിഷൻ, കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ O അശോക് കുമാർ, അനീഷ് പാതിരിയാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.